എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസുകളുടെ എല്ലാവരുടെയും സ്കോർ കാണിക്കും. അതിൽ നമ്മുടെ ഹീറോ ആൻഡ് ടീമിനാണ് ഏറ്റവും മികച്ച സ്കോർ. അവർക്ക് ഇത്രയും സമയം കൊണ്ട് കിട്ടിയത് 0 പോയിന്റ്സ് ആണ്. അതിനുശേഷം ഇപ്പോൾ ഓരോരുത്തരുടെ ആയിട്ട് പോയിന്റ്സ് കാണിക്കും. ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലുള്ളത് അത് മറ്റാരുമല്ല, നമ്മുടെ സെക്കൻഡ് ഹീറോസ് ആയിട്ടുള്ള ആസിനും ജിമ്മന്റെയും ടീമിനാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. അവർ ഇത്രയും സമയം കൊണ്ട് ആകെ കളക്ട് ചെയ്ത പോയിന്റ്സ് അത് 11,100 അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഡോറോ ബ്രദേഴ്സിനെ കാണിക്കും. രണ്ടുപേരും ഈ ആസിന്റെയും ജിമ്മന്റെയും മുൻപിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്കിത് പറയാൻ ആക്ച്വലി ഒരുപാട് നാണക്കേടും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾക്കിത് പറഞ്ഞേ പറ്റൂ. ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇതിൽ ജയിച്ചു. അതിന് ആസും ജിമ്മനും ആണെങ്കിൽ രണ്ടുപേരും ഇപ്പൊ അവർക്ക് മുൻപിലേക്ക് കൈനീട്ടും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേർന്നൂടെ? നമ്മളെല്ലാവരും ഒരേ മാസ്റ്റേഴ്സിന്റെ സ്റ്റുഡൻസ് അല്ലേ? സോ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊരു മത്സരമായിട്ട് എടുക്കില്ല. പകരം നമുക്ക് 4 പേർക്കും ഒറ്റ ടീമായി വർക്ക് ചെയ്യാം. അതിന് അവര് പറയും ഞങ്ങൾക്ക് മറ്റൊരു ആഗ്രഹമാണ് ഉള്ളത്, വീണ്ടും ഒരു റീമാച്ച് വെക്കണം എന്നത്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഒരു റീമാച്ച് കൂടെ വെച്ചൂടെ? അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഷോക്കാവാണ്. ഇവർക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തലയ്ക്ക് കൈ കൊടുക്കും. ആക്ച്വലി ആസിന്റെയും ജിമ്മന്റെയും മാസ്റ്റർ സാക്ഷാൽ ബാലമാണ്. അതുപോലെ തന്നെ ഈ ഡോറോ ബ്രദേഴ്സിന്റെ മാസ്റ്റർ അതാ ചീഫ് മാസ്റ്ററാണ്. അതിവർ 4 പേരും തിരിച്ചറിയാതെയാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത ആ ടെസ്റ്റിന്റെ ഫസ്റ്റ് ഡേ ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഹീറോയും ലീയും അവർ രണ്ടുപേരും ഇപ്പൊ ഉറച്ചൊരു തീരുമാനം എടുക്കും. സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനി നമുക്ക് ഒരു തെറ്റുപറ്റാൻ പാടില്ല. കഴിഞ്ഞ ദിവസത്തേത് കൂടെ ചേർത്ത് ഈ ദിവസം നമുക്ക് സ്കോർ കൂടുതൽ മേടിക്കണം. നമ്മുടെ മുൻപിൽ ഇനിയുള്ളത് 3 ദിവസമാണ്. ആ 3 ദിവസവും നമുക്ക് നിർണായകമാണ്. നമ്മളുടെ എബിലിറ്റിയും പവറും ഒക്കെ കാണിച്ചു കൊടുക്കാനുള്ള അവസാനത്തെ 3 ദിവസം. സോ 0-ൽ നിന്ന് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ നമുക്ക് ഒരുപാട് മുൻപോട്ടേക്ക് കുതിക്കണം. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അപ്പോഴായിരിക്കും അവന്റെ പോയിന്റ്സിനെ കുറിച്ച് റിയലൈസ് ചെയ്യുക. അതെ, നമ്മുടെ പോയിന്റ് വെറും 0 ആണ്. ഹീറോ ഒരു സെക്കൻഡ് അവൻ കളക്ട് ചെയ്ത ഇൻഗ്രീഡിയൻസ് അത് മുഴുവൻ കുക്ക് ചെയ്ത് കഴിച്ചതും പിന്നീട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തതും പച്ചമുടി പെണ്ണ് ക്ലാരയും ആ എക്സ് പെണ്ണും ചേർന്ന് അവരെ പറ്റിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സെക്കൻഡ് ആലോചിക്കും. ഹീറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ഷോക്കാവും. ഓ നോ, ഞാൻ എന്താ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നേ? എൻ്റെ സർവൈവൽ സ്കില്ല്, ബാക്കിയുള്ള സ്കില്ലുകൾ അതൊന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിന് ലീ പറയും എനിക്കറിയാം നിന്റെ ടെക്നിക്ക് എന്താണെന്ന്. നിന്റെ ലക്ഷ്യം ആ മെയിൻ തിങ് ലെജൻഡറി ലീഫ് അതല്ലേ? അത് കൈക്കലാക്കി വലിയ സ്കോറ് അത് നേടിയെടുക്കാനല്ലേ നീ ശ്രമിക്കണേ? ആക്ച്വലി ആ ഒരു ലെജൻഡറി ലീഫ് അതിനെക്കുറിച്ച് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അത് അൺനോൺ ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ്. അത് ഈ ഫോറസ്റ്റിലുണ്ട് ഇല്ല എന്നും പലരും അവകാശപ്പെടുന്നുണ്ട്. അതിന് 1,00,000 പോയിന്റ്സ് ആണ് അതിന്റെ വെർത്ത്. അതിനെക്കുറിച്ചായിരിക്കും ലീ അവനിപ്പോ ഹീറോയോട് ചോദിക്കുക. ഇറുമ, നിന്റെ ലക്ഷ്യം ആ ലെജൻഡറി ലീഫ് അത് കണ്ടെത്തുക എന്നതല്ലേ? എനിക്കറിയാം നിന്നെ കൊണ്ട് അതിന് കഴിയും. നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അടിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഹീറോ പറയും നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടണമെങ്കിൽ ഈ ഫോറസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ലെജൻഡറി ലീഫിനെ കുറിച്ചും അറിയാവുന്ന ഒരേ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ആ മൂങ്ങാത്തല പെണ്ണ്. അവളോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. അതിന് ലീ ആണെങ്കിൽ ഹീറോയും കൂട്ടി ആ മൂങ്ങാ പെണ്ണിന്റെയും കുറുമ പെണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പെൺപിള്ളേരുടെ ക്ലോസ് എത്തുമ്പോഴേക്കും ഒരുപാട് ബീസ്റ്റുകൾ അവർ റൗണ്ട് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർ പേടിച്ച് ഇപ്പൊ നിലവിളിച്ചു പറയും പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞങ്ങൾ ആ ഗേൾസിനെ കണ്ട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇവിടേക്ക് വന്നത്. നിങ്ങൾ ആരെയും ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ദയവ് ചെയ്ത് ഞങ്ങളെയും നിങ്ങളൊന്നും ചെയ്യരുത്. പക്ഷെ അപ്പോഴേക്കും ആ ബീസ്റ്റുകളെല്ലാം ചേർന്ന് നമ്മുടെ ആൾക്കാരെ ഫ്രീസ് ചെയ്യാണ്. മൂങ്ങാ പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഞങ്ങളെ തേടി വന്നതെന്ന്. ആ മാജിക്കൽ ലീഫ്, ആ മാജിക്കൽ ലെജൻഡറി ലീഫ് അതിനെക്കുറിച്ച് അറിയാനല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നേ? ഓക്കെ, കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട് കുറുമ അവളെ നോക്കി താണു വണങ്ങണം. ഉടനെ എല്ലാവരും അവളെ നോക്കി തല കുനിച്ച് നിൽക്കുകയാണ്. ആ മൂങ്ങാ പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാർ 2 പേരെയും ഇപ്പൊ കുറുമയുടെ അടുത്തേക്ക് കൊണ്ടുവരും. കുറുമയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, നിങ്ങളെങ്ങനെ ഞങ്ങളെ കണ്ടുപിടിച്ചു? അതിന് ലീ പറയും എന്റെ പവർ വെച്ചാണ് ഞാൻ നിങ്ങളെ സെൻസ് ചെയ്ത് കണ്ടുപിടിച്ചത്. കുറുമയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം ആ ലെജൻഡറി ലീഫ് അല്ലേ? അതിലേക്ക് പോകേണ്ട ലിങ്ക് ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതിനവൾ തീർത്ത് പറയും അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയില്ല. അതിന് ഹീറോ ഓക്കെ കുഴപ്പമില്ല, ഇവിടെയുള്ള ബീസ്റ്റുകളുടെ ഡീറ്റെയിൽസ് അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എനിക്ക് അവറ്റകളെ കുറിച്ച് ഒരുപാട് നോളജ് ഉണ്ട്. അതിനവള് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് പറ്റിയൊരു ടാസ്ക് ഞങ്ങൾ പറഞ്ഞു തരാം.
ഞങ്ങൾ കുറച്ച് കോസ്റ്റ്യൂംസും മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ തരും. അതൊക്കെ ഇട്ട് ലേഡി ഗെറ്റപ്പില് ഡാൻസും പാട്ടും ഒക്കെ പാടി നിങ്ങൾ ഞങ്ങളെ എന്റർടൈൻ ചെയ്യണം. നമ്മുടെ ആൾക്കാർ വണ്ടർ അടിക്കും. ഉടനെ ആ മൂങ്ങാ പെണ്ണ് അവളാണെങ്കിൽ ലേഡി ഡ്രസ്സും മേക്കപ്പ് കിറ്റും ഒക്കെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഹീറോയ്ക്ക് ലയിക്കുവാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവരാ ഡ്രസ്സൊക്കെ നോക്കും. നമുക്ക് വേറെ വഴിയില്ല, നമുക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരത് ഇടുകയാണ്. ലൈറ്റും സൗണ്ടും ഒക്കെ റേസപ്പ് ആവും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ ലേഡി ഗെറ്റപ്പില് ഡാൻസ് കളിക്കുകയാണ്. കുറുമയും അവളുടെ കോമ്പറ്റന്റ് പെണ്ണും ബാക്കിയുള്ള എല്ലാ ബീസ്റ്റുകളും ഇപ്പൊ അത് ആസ്വദിക്കുകയാണ്. ഡാൻസ് ഒക്കെ കണ്ട് കുറുമ അവൾ ഒരുപാട് സന്തോഷിക്കും. അവൾ ഇത്രയും ദിവസവും വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ഇപ്പോഴാണ് അവൾ കുറച്ച് റിലീഫ് അനുഭവിക്കുന്നത്. അവൾ ആ പെർഫോമൻസ് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വെക്കുകയാണ്. മൂങ്ങാ പെണ്ണും കുറുമയും ബീസ്റ്റുകളെല്ലാവരും കൈതട്ടിയും ആർപ്പ് വിളിച്ചും അവരെ പ്രോത്സാഹിപ്പിക്കും. വീണ്ടും വീണ്ടും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ അവൾ അവരെ നിർബന്ധിക്കുകയാണ്. കാരണം അവളുടെ മനസ്സിന്റെ പിരിമുറുക്കം അതിപ്പോ കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ആ ചുന്ദരി മാസ്റ്ററിനോട് താങ്ക്സ് പറയും. കാരണം അവളുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഒരുപാട് ജോലി ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഹീറോയ്ക്ക് നല്ല ക്ഷമയുണ്ട്. മാസമൊക്കെ മുറുക്കി പിടിച്ച് നല്ല ക്ഷമയിൽ ഹീറോ വീണ്ടും വീണ്ടും അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കും. അതേസമയം ആ ബീസ്റ്റുകളും കുറുമയും മൂങ്ങാ പെണ്ണും അവരെല്ലാവരും ഒരു പാട്ടിന്റെ രൂപത്തില് ആ ബീസ്റ്റ് ലീഫ് അതെവിടെ ഉണ്ടാവും എന്നുള്ള ഹിന്റ് പാടി കൊടുക്കുകയാണ്. മൂങ്ങാ പെണ്ണാണെങ്കിൽ ആ ലൈൻസ് മുഴുവൻ ഒരു പേപ്പറിൽ എഴുതി അവർക്ക് കൊടുക്കുകയാണ്. കുറുമ പറയും, നിങ്ങളുടെ പെർഫോമൻസ് അത് സത്യം പറഞ്ഞ കണ്ടിരിക്കാൻ തോന്നുന്നു. ഇനിയും വലിയൊരു സ്റ്റേജിൽ നിങ്ങളത് അവതരിപ്പിക്കണം എന്ന് പറയും. അവരാണെങ്കിൽ ആ പേപ്പർ കൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നൊരു ചിന്തയിലാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ടീച്ചേഴ്സ് CCTVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം ആ ലെജൻഡറി ലീഫാണെന്ന് അവർക്ക് മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കാടിന്റെ ഓരോ ഭാഗത്തും ബീസ്റ്റുകൾ ഇപ്പോഴും സ്റ്റുഡൻസിനെ വേട്ടയാടുകയാണ്. തിരിച്ചറിഞ്ഞ ആവരെയാണെങ്കിൽ അവളുടെ ടീമുമായിട്ട് കാട്ടിലേക്ക് എത്തും. അതിനുശേഷം അവരെ എല്ലാവരെയും ഓരോ ഭാഗത്തേക്ക് അയച്ച് ബീസ്റ്റുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവറ്റകൾ തട്ടിയെടുത്ത സ്റ്റുഡൻസുകളെ എല്ലാവരെയും മോചിപ്പിക്കുകയാണ്. ഒരു പർപ്പിൾ പെണ്ണാണെങ്കിൽ അവരോട് പറയും, മാഡം എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ സേഫാണ്, നിങ്ങൾക്കിനി റെസ്റ്റ് എടുക്കാം. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. മാഡം ചോദിച്ച ആ ഹീറോ പയ്യൻ ഇറുമ അവൻ ആ ലെജൻഡറി ലീഫ് അത് അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ആവരെയാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഇയറിൽ അവള് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ ആ ലെജൻഡറി ലീഫ് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവളെ കൊണ്ട് പോലും ആ സമയം അത് കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെത്താനാണ് ഇപ്പൊ ഹീറോ ശ്രമിക്കുന്നതെന്ന് അറിയുമ്പോൾ അവക്കത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവരെയാണെങ്കിൽ അസിസ്റ്റന്റിനോട് തീർത്ത് പറയും, ഉറപ്പായാലും അവന് ആ ഒരു ലെജൻഡറി ലീഫ് കണ്ടെത്താൻ കഴിയും. ആ അസിസ്റ്റന്റ് പറയും, മാഡത്തിന് അവനെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ശുഭപ്രതീക്ഷ. അവൾ ആ കോമിക് ബുക്കിൽ വായിച്ച കഥ ഓർക്കും. അതില് നായകൻ വലിയൊരു ബൊക്ക അത് നായികയ്ക്ക് കൊടുക്കും പോലെ ആ ലെജൻഡറി ലീഫ് ഹീറോ അവൾക്ക് കൊടുക്കുന്നതായിട്ട് അവൾ ഇമാജിൻ ചെയ്യും. കറക്റ്റ് സമയത്ത് അവൾക്കൊരു കോള് വരും. ഓപ്പോസിറ്റ് ഉള്ള ആള് പറയും, മാഡം ഇവിടെ ഏതോ ഒരു പയ്യൻ ബാക്കിയുണ്ടായിരുന്ന കുട്ടികളുടെ പോയിന്റ്സ് എല്ലാം കവർന്നെടുത്ത് അവരെ ഈ ഒരു ഗെയിമിൽ നിന്ന് ബോധപൂർവം ഗിവപ്പ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ആ ചോപ്പന്റെ മേലെ ഒരുപാട് സംശയം തോന്നും. അവനെ എടുത്തിട്ട് പൊറഞ്ച് കെട്ടിക്കും. അതിനവൻ പറയും, ഇതിനൊന്നും കാരണക്കാരൻ ഞാനല്ല, അവനാണെന്ന് പറഞ്ഞ് ദൂരത്ത് ഹായ് ആയിട്ട് നൂഡിൽസ് തിന്നുന്ന നമ്മുടെ ജാസിനെ കാണിച്ചു കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.